വീണ്ടും പോലീസ് മർദ്ദനമെന്ന പരാതി. കോഴിക്കോട് താമരശ്ശേരിയിൽ സാക്ഷി പറയാനെത്തിയ യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. താമരശ്ശേരി പോലീസിനെതിരെയാണ് മുക്കം സ്വദേശി നിതീഷ് രംഗത്തെത്തിയിട്ടുള്ളത്. പോലീസിന്റെ ദേഹോപദ്രവത്തെ തുടർന്ന് നിതീഷ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേർന്നുണ്ട്. അനഘ, എന്തായാലും നിർണായകമായ ചില വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും പോലീസിന്റെ അതിക്രൂരത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പോലീസ് മർദ്ദനത്തെ തുടർന്ന് കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഒരു യുവാവ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. സാക്ഷി പറയാനെത്തിയ യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. താമരശ്ശേരി പോലീസിനെതിരെ മുക്കം സ്വദേശി നിതീഷാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. പോലീസിന്റെ ദേഹോപദ്രവത്തെ തുടർന്ന് ഇദ്ദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിന് ക്രൂരമായി മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പുറത്തു വരുന്നത്. ഏറ്റവും വലിയ വിവരം പോലീസിൻ്റെ വീണ്ടും അതിക്രൂര കഥകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ക്രൂരത തുടരുകയാണ്. സംസ്ഥാന പോലീസ്, സർക്കാർ അല്ലെങ്കിൽ ജനങ്ങളുടെ കാവലാവേണ്ട പോലീസിൻ്റെ ക്രൂരത വീണ്ടും പുറത്തു വരികയാണ്. ഇങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ആഭ്യന്തര വകുപ്പ് തന്നെ വീണ്ടും ചോദ്യമുനയിലാവുകയാണ്. ഇത്രത്തോളം ക്രൂരത വീണ്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ ജനങ്ങൾക്ക് അത് ഇത്രത്തോളം ഒരു വിശ്വാസമാണ് ഇനി പോലീസിലും ആഭ്യന്തര വകുപ്പിലും ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേർന്നുണ്ട്. അനഘ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതി പരാതി പറയാൻ എത്തിയിരുന്നു. ഈ യുവതിയുടെ ടൈലർ ഷോപ്പുണ്ട്. ആ ടൈലർ ഷോപ്പിൽ പ്രദേശത്തെ ഒരാൾ വന്ന് അതിക്രമം നടത്തുന്നു. ഈ അതിക്രമം കണ്ടു നിന്നാളായിരുന്നു, തൊട്ടടുത്ത് നിന്ന് ഈ അതിക്രമം കണ്ടു നിന്നാളായിരുന്നു നിതീഷ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് താമരശ്ശേരി പോലീസ് നിതീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. ഈ വിളിപ്പിച്ച അവസരത്തിലാണ് ഈ താമരശ്ശേരി പോലീസ് തന്നോട് അപമര്യാദയായി പെരുമാറി, തന്നെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചു എന്ന് നിതീഷ് പറയുന്നത്. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിതീഷ് ഈ മർദ്ദനമേറ്റ ഉടൻ തന്നെ തൊട്ടടുത്ത താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പോയി ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കാര്യം പുറത്തു വരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ നിതീഷ് മറ്റ് പല കേസുകളിലെയും പ്രതിയാണ്. ഈ നിതീഷും ടൈലറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ച സമയത്താണ്, ആ യുവതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് അകാരണമായി നിതീഷ് രോക്ഷാകുലനാവുകയും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നിതീഷിനെ മർദ്ദിച്ചത് എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിതീഷ് പോലീസ് തന്റെ സാക്ഷി പറയാനെത്തിയ തന്നെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ വീണ്ടും നിതീഷ് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് പാടെ തള്ളിക്കളയുന്ന നിലപാടെടുത്തിരിക്കുകയാണ് പോലീസ്. വിഷ്ണു.